മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. പകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. പകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. कृताम्नाय गानं खगादेशयानं विमुक्तेर्निदानं हरारातिमानं स्वभक्तानुकूलं जगद्वृक्षमूलं निरस्तार्थशूलं भजेऽहं समस्तामरेशाम्नाय गानं खगादेशयानं विमुक्तेर्निदानं स्वभक्तानुकूलं जगद्वृक्षमूलं निरस्तार्थशूलं भजेऽहं समस्तामरेशं विदेवां कृताम्नाय गानं खगादेशयानं विमुक्तेर्निदानं हरारातिमानं स्वभक्तानुकूलं जगद्वृक्षमूलं निरस्तार्थशूलं भजेऽहं समस्तामरेशं विदेवागदेशम् അതുപോലെ നമ്മുടെ ജില്ലാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന നമ്മുടെ ജില്ലാ സെക്രട്ടറി ശ്രീ രജീഷ് കുമാർ അവർ, നമ്മുടെ വരവ് ചെലവ് കണക്ക്, ജില്ലയുടെ വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കുന്ന നമ്മുടെ ട്രഷററായിട്ടുള്ള ശ്രീ അബ്ദുള്ള അവർ, അതുപോലെ തന്നെ വേദിയിൽ ആശംസ പ്രസംഗം നടത്താനെത്തിയിട്ടുള്ള KWS ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്രീ മിനി കെ, മുൻ ജില്ലാ പ്രസിഡന്റ് ശ്രീ മണി ടി അവർ, മുൻ ജില്ലാ സെക്രട്ടറി ശ്രീ പുരുഷോത്തമൻ അവർ, മുൻ KWS ജില്ലാ ട്രഷറർ ശ്രീ TV കുമാരൻ അവർ, അതുപോലെ തന്നെ പരിപാടിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്ന സംഘാടക സമിതിയുടെ ജനറൽ കൺവീനർ ശ്രീ സതീഷ് കുമാർ അവർ, പ്രിയപ്പെട്ട സംസ്ഥാന ജില്ലാ നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മൾക്കറിയാം 1980 ആസ്ഥാനമാക്കി വളരെ ചുരുക്കം മെമ്പർമാർ ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് ഇന്ന് ഏകദേശം നമ്മുടെ സംസ്ഥാനത്തിൽ തന്നെ ഏറ്റവും വലിയൊരു സംഘടനയായി വളർന്നു വന്നിരിക്കുന്നത്. നമുക്കറിയാം, മാവുള്ള മാങ്ങയും ആളുകൾ കല്ലെറിയുക. അപ്പോൾ നല്ല പ്രവർത്തനം നടത്തുന്ന ഏതൊരു സംഘടനയ്ക്കും എതിരാളികളുണ്ടാകും. സ്വാഭാവികമായിട്ട് നമുക്കുണ്ട് എന്ന് നമുക്കറിയാം. നമ്മളതൊക്കെ കാര്യമാക്കാതെ നമ്മുടെ സംഘടനയെ എത്രത്തോളം വാണിജ്യം ഉയർത്താൻ പറ്റുന്നവോ അത്രയും നമ്മൾ ചെയ്ത് സംഘടനയെ പരിപോഷിപ്പിക്കാൻ KWS പ്രവർത്തകൻ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ കർത്തവ്യമാണ്, കടമയാണ് എന്ന ഈ വേളയിൽ ഞാൻ നിങ്ങളെ ഓർമ്മിക്കുകയാണ്. നമ്മുടെ സംഘടന 1962 ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരം ഉദ്ദേശിച്ചിട്ടുള്ള സംഘടന കൂടിയാണ്. കാരണം നല്ലൊരു സംഘടനയ്ക്ക് അതെന്റെയാണ് എന്ന് പറഞ്ഞു നടക്കാൻ ആൾക്കാർ ഒരുപാടുണ്ടാകും, സ്വാഭാവികമാണ്.
ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ടി.വി. രാകേഷ്, അതുപോലെ തന്നെ ഇന്നത്തെ യോഗം ഈശ്വരപ്രാർത്ഥന ശാന്തകുമാർ അവർ സ്വാഗതം. ഈ യോഗത്തിന് ഏറെ സൗമ്യമായി സന്തോഷത്തോടെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ സ്വാഗതം ചെയ്ത നമ്മുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിദ്യാലയം അവർ, അതുപോലെ നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജേഷ് കുമാർ സാർ, നമ്മുടെ സംസ്ഥാന ട്രഷറർ അദ്ദേഹം എത്തിയിട്ടില്ല, അതുപോലെ തന്നെ നമ്മുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് നമ്മുടെ ജില്ലക്കാരനുമായ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ടി. അനിൽകുമാർ, നമുക്ക് എപ്പോഴും നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി, നമ്മുടെ സംസ്ഥാന കാസർഗോഡ് ജില്ലയുടെ ക്ഷേമ ഫണ്ട് ബോർഡ് മെമ്പർ ഓർഗനൈസിംഗ് സെക്രട്ടറി പകർത്തില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. കർശനമായ നിർദ്ദേശം നമ്മൾ എല്ലാ ജില്ലാ യൂണിറ്റ് സെക്രട്ടറിമാർക്കും പ്രസിഡന്റുമാർക്കും നൽകിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും നമ്മുടെ മെമ്പർമാർ പൂർണ്ണമായും എത്തിയിട്ടില്ല, ഒരാൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ വലിയൊരു ഹാളിൽ നമ്മൾ എപ്പോഴും ഉള്ളതുപോലെ വിട്ടുവിട്ടിരിക്കാതെ എല്ലാവരും ഒതുക്കി അടുത്തടുത്ത് തന്നെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഏറ്റവും നല്ല രീതി മനോഹരമായി നമ്മൾ ഒന്നും പറയാതെ തന്നെ അവർ കൈയെടുക്കുന്നു എല്ലാ രീതിയിലും. വലിയ നല്ല ഹാൾ, അതുപോലെ തന്നെ ഞാൻ ഒരു നല്ലൊരു ജ്യൂസ് കൗണ്ടറൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളെ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ വിശിഷ്ട അതിഥികൾക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിൽ, അതുപോലെ ഡെമോൺസ്ട്രേഷൻ കമ്പനികൾക്ക് നല്ല അഭിപ്രായത്തോടുകൂടി നമ്മുടെ ഈ സമ്മേളനം വിജയിപ്പിക്കാൻ അതിന് ഇപ്പോൾ യൂണിറ്റിൻ്റെ പ്രവർത്തകർക്ക് ഒന്നുകൂടി ഞാൻ തന്നിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാന കാസർഗോഡ് ജില്ലയുടെ ക്ഷേമ ഫണ്ട് ബോർഡ് മെമ്പർ ഓർഗനൈസിംഗ് സെക്രട്ടറി പകർത്തില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. കർശനമായ നിർദ്ദേശം നമ്മൾ എല്ലാ ജില്ലാ യൂണിറ്റ് സെക്രട്ടറിമാർക്കും പ്രസിഡന്റുമാർക്കും നൽകിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും നമ്മുടെ മെമ്പർമാർ പൂർണ്ണമായും എത്തിയിട്ടില്ല, ഒരാൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ വലിയൊരു ഹാളിൽ നമ്മൾ എപ്പോഴും ഉള്ളതുപോലെ വിട്ടുവിട്ടിരിക്കാതെ എല്ലാവരും ഒതുക്കി അടുത്തടുത്ത് തന്നെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഏറ്റവും നല്ല രീതി മനോഹരമായി നമ്മൾ ഒന്നും പറയാതെ തന്നെ അവർ കൈയെടുക്കുന്നു എല്ലാ രീതിയിലും. വലിയ നല്ല ഹാൾ, അതുപോലെ തന്നെ ഞാൻ ഒരു നല്ലൊരു ജ്യൂസ് കൗണ്ടറൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളെ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ വിശിഷ്ട അതിഥികൾക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിൽ, അതുപോലെ ഡെമോൺസ്ട്രേഷൻ കമ്പനികൾക്ക് നല്ല അഭിപ്രായത്തോടുകൂടി നമ്മുടെ ഈ സമ്മേളനം വിജയിപ്പിക്കാൻ അതിന് ഇപ്പോൾ യൂണിറ്റിൻ്റെ പ്രവർത്തകർക്ക് ഒന്നുകൂടി ഞാൻ തന്നിട്ടുണ്ട്. അഭിമുഖീകരിക്കുന്നുണ്ട്. അത് കുറേയൊക്കെ നമ്മുടെ പുതിയ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി ശരിപ്പെടുത്തി റെഡിയാക്കിയിട്ടുണ്ട്. ഒരു വിധമൊക്കെ നമ്മൾ തരത്തിലുള്ള വിമർശനങ്ങൾ ഒക്കെയാണ് ചില മെമ്പർമാർ നമ്മൾക്ക് വിട്ടില്ല. ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ ഇത് വിശ്വാസപരമായ രീതിയിൽ എടുത്തിട്ടില്ല എന്നാണ്. അതിൻ്റെ ഒരു തെളിവാണ് നമ്മുടെ ഇന്നത്തെ പ്രകടനം തന്നെ. അത്രയും ഗംഭീരമായ ജില്ലയിലെ നമ്മുടെ പ്രവർത്തകർ അണിനിരുന്നുകൊണ്ട് നമ്മുടെ ശക്തി തെളിയിച്ചു. നമ്മളെ മുന്നേ കൂടി ഉണ്ടായിരുന്ന ജില്ലാ സമ്മേളനം ഇതുപോലെ അതിഗംഭീരമായി പൊതുസമ്മേളനം അടക്കം ചെയ്ത് നമുക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്നും
നമുക്ക് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ പറ്റും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിനുവേണ്ടി എല്ലാവരുടെയും സഹായമാണ്. അതിന് മുന്നോടിയായുള്ള 10ാമത്തെ ജില്ലാ വാർഷിക സമ്മേളനമാണ് ഇന്ന് രാവിലെ നമ്മുടെ പതാക വന്ദനത്തോടുകൂടി ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം, വയറിംഗ് മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി 4 പതിറ്റാണ്ട് മുൻപേ രൂപം കൊണ്ട കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന നമ്മുടെ സംഘടന കഴിഞ്ഞ 45 വർഷക്കാലത്തിലേറെയായി തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടി മുന്നോട്ട് പോവുകയാണ്. വയറിംഗ് മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി ഒരു സംഘടന കേരളത്തിൽ രൂപം കൊണ്ടു. പക്ഷെ നാം ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് എന്നുള്ളൊരു പ്രത്യേകത തന്നെ രാഷ്ട്രീയത്തിന് അതിപ്രസരമുള്ള ഈ കൊച്ചു കേരളത്തിൽ എങ്ങനെ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പ്രവർത്തന മികവ് തന്നെയാണ് എന്നുള്ളതിന് യാതൊരു സംശയവും. ഒരു തൊഴിലാളി സംഘടനയെ സംബന്ധിച്ചിടത്തോളം ആ തൊഴിലാളി സംഘടനയുടെ ഉത്തരവാദിത്വം എന്താണ്? ആ തൊഴിൽ സംരക്ഷണം നൽകുക എന്നുള്ളത്. ഒട്ടനവധി നേട്ടങ്ങൾ നാം കൈവരിച്ചിട്ടുണ്ട്. കേരളത്തിൽ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ നിരന്തരമായ പ്രവർത്തനത്തിന്റെ ഭാഗമായി. എന്നിരുന്നാലും ഒരു സംഘടനയ്ക്ക് ഉത്തരവാദിത്വം വേറെയും ഉണ്ട് എന്നുള്ള ഉത്തമ ബോധത്തോടു കൂടി തന്നെയാണ് സംഘടന പ്രവർത്തനം. എന്താണ് സംഘടനയുടെ ഉത്തരവാദിത്വം? സംഘടന എന്ന് പറയുമ്പോൾ സംഘടനക്ക് സാമൂഹിക പ്രതിബദ്ധതയുണ്ട് എന്നുള്ളത്. പല സംഘടനകളുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. 100 കണക്കിന് സംഘടനകളുണ്ട്, രാഷ്ട്രീയപരമായി അല്ലാതെയുണ്ട്. പക്ഷേ KWS എന്ന് പറയുന്ന സംഘടന ഇടപെടുമ്പോൾ ഒരു തൊഴിലാളി സംഘടന ഇതേപോലെ സാമൂഹികമായി ഇടപെടുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതായിരുന്നു. അത്തരത്തിൽ ഇടപെടലാണ് 24 പേർ ചേർന്നുകൊണ്ട് രൂപീകരിച്ച സംഘടന ഇന്നും കേരളത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. സാമൂഹികമായി ഇടപെടുക എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി തന്നെയാണ്. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവൻ വിലകൽപ്പിക്കുന്ന സംഘടന എന്നുള്ളതുകൊണ്ട് തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തെ കുറിച്ചും അതുപോലെ സാമൂഹികമായ ഇടപെടലിനെ കുറിച്ചൊന്നും കാസർഗോഡ് ജില്ലയിൽ എന്റെ പ്രിയ സഹോദരന്മാരോട് പറയേണ്ടതായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിരവധി വീടുകളുടെ സൗജന്യ വ്യക്തീകരണ പ്രവർത്തനം നടത്തിക്കൊടുത്ത ഒരു ജില്ലയാണ് കാസർഗോഡ് ജില്ല. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒട്ടനവധി പേർക്ക് രക്തദാനം നൽകിയിട്ടുള്ള ജില്ലയാണ് കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ലയുടെ അഭ്യന്തര വളർച്ചയ്ക്ക് ഇവരുടെ പ്രാർത്ഥന നമ്മുടെ കൂടെ എന്നുള്ളതാണ്. സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കേറിക്കിടക്കാൻ ഒരു കൂര ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിന് വൈദ്യുതീകരണ പ്രവർത്തനം നടത്തിക്കൊടുക്കുന്നതിന് വേണ്ടി KWS എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ സഹപ്രവർത്തകർ ചേർന്ന് നിന്നു എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് അവരുടെ ഒരു പ്രാർത്ഥന. ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി, ഒരു തുള്ളി രക്തത്തിന് വേണ്ടി തലയിടുന്ന സമയത്ത് അവിടെ നമ്മുടെ സഹപ്രവർത്തകർ ഓടിച്ചെന്ന് രക്തം നൽകുന്നതെന്ന് പറയുമ്പോൾ ആ ജീവകാരുണ്യ പ്രവർത്തനത്തെ ഏർപ്പെടുത്തിയതിന്റെ ഭാഗമായി നമുക്ക് അവരുടെ പ്രാർത്ഥന നമ്മുടെ കൂടിയുണ്ട്. പുറത്തു നിന്നുള്ളവർ പലതും പറഞ്ഞുകൊള്ളട്ടെ, അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. സംഘടനയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം പല ഭാഗത്തുനിന്നും ഉണ്ടാകാം. ഇതൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം നമ്മുടെ സംഘടനയെ സംരക്ഷിക്കുക, തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി പോരാടുക എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് നാം ഒന്നും ചിന്തിക്കേണ്ടതായിട്ടില്ല. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പലതരത്തിലുള്ള അവകാശങ്ങൾക്കും അധികാരങ്ങൾക്കും വേണ്ടി പോരാടിയ സംഘടന എന്ന് പറയുമ്പോൾ ഒരു തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഇവിടെ 4ഓളം മറ്റ് ഈ പറയുന്ന വയറിംഗ് മേഖലയിൽ തൊഴിലാളികളുടെ സംഘടനയുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? 10 ലക്ഷവും 15 ലക്ഷവും ചെലവഴിച്ചുകൊണ്ട് ബസ് സ്റ്റോപ്പുകൾ നിർമ്മിച്ചാൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു കുടുംബത്തിന് കയറി താമസിക്കാനുള്ള വീട് നിർമ്മിക്കാൻ സർക്കാർ നൽകുന്ന 4 ലക്ഷം രൂപയാണ് കഴിയോ? പക്ഷെ അവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവ് KWS എന്ന പ്രസ്ഥാനം ഇടപെടുന്നുണ്ട്. അവിടെ സാധന സാമഗ്രികൾ അടക്കം ഉൾപ്പെടെ അവർക്ക് വൈദ്യുതീകരിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നത് അവർക്ക് കണക്ഷമായി കൊടുക്കുന്നതാണ്. അത് സംഘടനയുടെ വലിയ നേട്ടമാണ്. എങ്ങനെ സാധിക്കുന്നു? നമുക്ക് സാധിക്കുന്നത് നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ്.
നമ്മുടെ സഹപ്രവർത്തകരിൽ നിന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുള്ളതുകൊണ്ടാണ് ഇന്നും ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത്. എന്റെ കൂടെ എന്റെ സംഘടനയുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ടാണ്. ആ ബോധ്യത്തോടുകൂടി തന്നെ ആയിരിക്കും നമ്മുടെ പ്രവർത്തനം. അതിലെന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ വരുന്നത് ചൂണ്ടിക്കാണിക്കേണ്ട നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്വം. ചർച്ചകൾ ചെയ്യേണ്ട സമയത്ത് ചർച്ചകൾ ചെയ്തുകൊണ്ട് നേരായ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് നേരായ തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നാം ഓരോരുത്തരും ബാധ്യതരാണ്. അതിലൊരു തരത്തിൽ പുറകോട്ട് പോകാൻ പാടില്ല. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നേടിയെടുക്കേണ്ട അവകാശത്തെ ശക്തിക്കുവാനും അത് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ മുന്നിൽ കുറെ വിഷയമുണ്ട്. തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള തൊഴിൽ സംരക്ഷണം അത്യാവശ്യമാണ്. ഈ നിർമ്മാണ മേഖലയിൽ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി അവർ നൽകുന്ന ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ തൊഴിലാളി വിഭാഗം ഉണ്ടെങ്കിൽ അത് വയറിംഗ് മേഖല തൊഴിലാളിയാണ്. പക്ഷെ മറ്റ് മേഖലയിലെ തൊഴിലാളികൾക്ക് കിട്ടുന്ന പോലും പരിഗണന പോലും നൽകാതെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, അനധികൃതമായ വയറിംഗ് തടയുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്ത് എന്തെങ്കിലും സഹകരണം നമുക്ക് വെച്ചിട്ടുണ്ടാവും. അധികാരിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള സഹകരണം ലഭിക്കാതിരിക്കുമ്പോൾ പ്രതികരിക്കേണ്ട ആരുടെ ഉത്തരവാദിത്തമാണ്? അപ്പോൾ ഞാൻ പറയും, ഞാനും നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടതാണ്. ജില്ലയിൽ എന്തെങ്കിലും വിഷയം നടക്കുന്നുണ്ടെങ്കിൽ, യൂണിറ്റിൽ എന്തെങ്കിലും വിഷയം നടക്കുന്നുണ്ടെങ്കിൽ, ആ യൂണിറ്റ് അംഗത്തിനെ ബാധിക്കുന്ന തൊഴിൽപരമായിട്ടുള്ള പ്രശ്നമെങ്കിൽ അതിന് ആ യൂണിറ്റ് ഇടപെടണം. ആ യൂണിറ്റ് കമ്മിറ്റിക്ക് അതിൻ്റെതായ രീതിയിൽ ഇടപെടാൻ സാധിക്കുന്നതിന് ജില്ലാ കമ്മിറ്റി ഇടപെടണം നിർബന്ധമായി. ആ ഇടപെടൽ ഇല്ലാതിരിക്കുമ്പോഴാണ് അനധികൃതമായുള്ള കടന്നുകയറ്റം അതിലേക്ക് വരുന്നത്. ഇവിടെ സിവിൽ കോൺട്രാക്ടർമാർക്ക് ആരാണ് അധികാരം കൊടുത്തിട്ടുള്ളത്? ഇവിടെ സിവിൽ കോൺട്രാക്ടർമാർക്ക് വൈദ്യുതി എന്ന മേഖലയിലേക്ക് അവരുടെ ആ മേഖലയിൽ കടന്നു കയറാൻ സിവിൽ കോൺട്രാക്ടർമാർക്ക് ആരധികാരം നൽകി? ഇവിടെ വൈദ്യുതി എന്ന പ്രവർത്തനത്തിൽ സൂപ്പർവൈസർമാരുണ്ട്, അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി വയർമാൻമാരുണ്ട്. ഇവിടെ അവർക്ക് മാത്രമേ അധികാരമുള്ളൂ. ആ അധികാരത്തിലേക്ക് കടന്നു കയറുന്നുണ്ടെങ്കിൽ അതിന് തടയിടാൻ നാം ഓരോരുത്തരും തയ്യാറാവണം. പിന്നെ വേറൊരു വിഷയമുണ്ട്. നമ്മുടെ പേപ്പർ വിൽപ്പന എന്ന് പറയുന്നത് നമ്മളെല്ലാ സമയം പറയുന്നതാണ്. കുട്ടിഘോഷിച്ച് നാം പറയുന്ന കാര്യം എന്താ? കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ ഇടപെടലിലൂടെ, സഹന സമരത്തിലൂടെ, നിരാഹാര സമരത്തിലൂടെ നേടിയെടുത്ത സി ക്ലാസ് കോൺട്രാക്ട് ലൈസൻസ്. നമ്മളിപ്പോൾ എത്ര പേര് സി ക്ലാസ് കോൺട്രാക്ട് ലൈസൻസ് എടുത്തിട്ടുണ്ടോ? ഈ സി ക്ലാസ് കോൺട്രാക്ട് ലൈസൻസ് എടുത്തവരിൽ ഭൂരിപക്ഷം, എല്ലാവരും കാര്യം പറയുന്നില്ല കേട്ടോ, അതിൽ ഒരു ഭൂരിഭാഗം ആൾക്കാർ പേപ്പർ വിൽപ്പന നടത്തിക്കൊണ്ട് സാമ്പത്തികം ഉണ്ടാക്കുന്ന പ്രവൃത്തി നടക്കുന്നുണ്ടെന്നുള്ള ബോധം അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എല്ലാ ജില്ലാ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യമുണ്ട്. KWS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ സഹന സമരത്തിന്റെ ഭാഗമായി സി ക്ലാസ് കോൺട്രാക്ട് ലൈസൻസ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അനാവശ്യമായ സി ക്ലാസ് കോൺട്രാക്ട് ലൈസൻസ് ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ശബ്ദം ഉയർത്താൻ നാം തയ്യാറാണ്. ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിർത്താം. ഞാനെടുക്കുന്നവരെ യാതൊരു സംശയം വേണ്ട. ബി ക്ലാസ്സുകാരൻ പേപ്പർ വിൽപ്പന നടത്തുന്നത് അതിനെതിരെ നാം ശബ്ദിക്കണം. എ ക്ലാസ്സുകാരൻ നടത്തുന്നത് അതിനും ശബ്ദിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ അനധികൃത വയറിനെ ഇല്ലാതാക്കാൻ സാധിക്കൂ. 98% നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കില്ല. പൊതുജനത്തിന്റെ കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ പത്രങ്ങളിലും അതുപോലെ തന്നെ നവമാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് വാർത്ത. എന്താ വാർത്ത? നാം പേപ്പർ കമ്മിറ്റ് ചെയ്യുമ്പോൾ 1000 പെട്ടെന്ന് അടച്ച തുക എത്രയാണ്? 400 രൂപ. 400 ഇടയിലുള്ള തുകയാണ്. KSB റെഗുലേറ്ററി കമ്മീഷൻ ശുപാർശ ചെയ്തിരിക്കുന്നത് 1000 വാട്ടിന് 1 കിലോ വാട്ടിന് 1800 രൂപയാക്കണമെന്നുള്ളത്. നിങ്ങൾ ആലോചിച്ചുകൊണ്ട് സിംഗിൾ ഫേസ് കണക്ഷൻ എടുക്കാൻ 5000 താഴെ കണക്ഷൻ എടുക്കാൻ 1800 ഗുണം 5 എത്രയായി പൈസ? ഒറ്റയടിക്ക് ഈ തുക വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനം KSBയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുക. റെഗുലേറ്ററി കമ്മീഷൻ കൊടുത്തിരിക്കുക. എന്തിനു വേണ്ടി? അവർക്ക് ശമ്പളവും മറ്റു ആനുകൂല്യം കൊടുക്കാനും അത്തരത്തിലുള്ള കാര്യത്തിന് വേണ്ടിയാണ്. പിന്നെ ഇവിടെ തൊഴിലെടുക്കുന്ന KSBയുടെ ആയിട്ടുള്ള കരാർ തൊഴിലാളികളുണ്ട്. ഞാൻ ചെയ്ത തെറ്റെന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സായി പോയി എന്നുള്ളതാണ്. ഞാൻ ചെയ്ത തെറ്റ്. അല്ലെങ്കിൽ ഞാനിന്ന് KSBയുടെ മസ്ദൂറായി, അതിന് ലൈൻമാനായി, ഓവർസിയറായി 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരു ഉദ്യോഗസ്ഥരാകുമായിരുന്നു. നിങ്ങൾ പരിശോധിക്കണം. ഈ സാമ്പത്തികം ഒരു
ഇല്ലാത്ത ആനുകൂല്യം ഇതിന് 7ാം ക്ലാസ് 10ാം ക്ലാസ് താഴെയുള്ളവർക്ക് ഇവിടെ കൊടുക്കുന്നു. അവർക്ക് ഇത്രയും ഭീമമായ ശമ്പളം കൊടുക്കുന്നു. ശമ്പളം കൊടുക്കുന്നതിന് ആരും എതിരല്ല. ഇവിടെയുള്ള ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നാം ആലോചിച്ച് നോക്കണം. കേരളം എന്ന് പറയുന്നത് വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സമൃദ്ധമായുള്ള സ്ഥലം. ഏറ്റവും കുറഞ്ഞ രീതിയിൽ വൈദ്യുതി ഉത്പാദിപ്പിച്ചുകൊണ്ട് കേരളത്തിന് ആവശ്യവും കഴിഞ്ഞ് മറ്റേ സംസ്ഥാനത്തിലേക്ക് വിൽപ്പന നടത്താൻ അത്രയും പ്രാപ്തിയുള്ള അതിനുവേണ്ട സാഹചര്യങ്ങളുടെ കേരളത്തിൽ അന്യ സംസ്ഥാനത്ത് നിന്ന് വൈദ്യുതി വാങ്ങിച്ചുകൊണ്ട് അതിൽ നിന്ന് ഭീമമായ തുക കമ്മീഷൻ അടിക്കാൻ വേണ്ട പ്രവർത്തനം ഇവിടെ നടക്കുന്നത്. എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? എന്തുകൊണ്ട് ഇവിടെയുള്ള ജലം ഉപയോഗിച്ചുകൊണ്ട് വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ തയ്യാറാവുന്നില്ല? അതിന് സാഹചര്യമുണ്ട് ഇവിടെ. എന്താ ഇതിന്റെ കാര്യം? അതിലും ഞാൻ പറയും, പൊതുജനത്തിന്റെ പ്രതികരണ കുറവ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പ്രതികരിക്കണം. നമ്മുടെ ഇവിടെയുള്ള സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് ആ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം എന്ത് കാര്യത്തിൽ ഏർപ്പെടേണ്ടത്. ഇപ്പോൾ സജീവമായി നിൽക്കുന്ന പ്രിയ സഹോദരന്മാരെ അഭിവാദ്യം ചെയ്തുകൊണ്ടും വരുന്ന ഡിസംബർ 18-ാം തീയതി നടക്കുന്ന 38ാം സംസ്ഥാന സമ്മേളനം വിജയമാക്കുന്നതിന് വേണ്ടി കാസർഗോഡ് ജില്ലയിലെ ഓരോ അംഗങ്ങളും ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കാസർഗോഡ് ജില്ലാ വാർഷിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ജയിക്കുകയാണ്. കാസർഗോഡ് വരെ ഇന്ന് 10ാമത് ജില്ലാ വാർഷികത്തിലാണ് ഈ വേദി ഇന്നിവിടെ നിൽക്കുന്നത്. ഈ വർഷം നടന്ന ജില്ലാ സമ്മേളനം ഓരോ വേദിയിലും നമ്മൾ എത്തുമ്പോൾ കൃത്യമായ രീതിയിലുള്ള അംഗങ്ങളുടെ പ്രാതിനിധ്യവും ആ ചിട്ടയായ രീതിയിലുള്ള പ്രവർത്തനവും അതുപോലെ തന്നെ നമ്മളോടൊപ്പം സഹകരിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനികളുടെ പ്രാതിനിധ്യവും നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, കൃത്യമായി നമ്മൾ ഓരോ കാര്യങ്ങളിലും ഇടപെടലുകൾ നടത്തിയാൽ ആ സംഘടനയ്ക്ക് നമ്മുടെ KSS എന്ന പ്രസ്ഥാനത്തിന് കൃത്യമായിട്ട് തന്നെ മുന്നേറാൻ സാധിക്കും എന്നുള്ളതിന്റെ തെളിവാണ്. നമ്മുടെ സംഘടനയെ ഇത്ര കണ്ട് വളർത്തിക്കൊണ്ടുന്ന മുൻകാല നേതാക്കൾ, ആ നേതാക്കളെ അവരെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് ആ സംഘടനയുടെ പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തർക്കുമുണ്ട്. ഏതൊരു പ്രസ്ഥാനത്തിനായാലും നേടിക്കൊടുക്കുന്ന അവകാശങ്ങളും അനുവാദങ്ങളും ഒക്കെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നെങ്കിൽ തുടർന്ന് വരുന്ന അംഗങ്ങൾക്ക് അത് ഉത്തരവാദിത്തമുള്ളതാണ്. എന്നാൽ ഒരു കാലഘട്ടത്ത് നേടിയെടുത്തുകൊണ്ട് അതങ്ങ് തുടർന്ന് പ്രവർത്തിച്ചു പോകുമ്പോഴും എന്നുള്ള ആ ഒരു ധാരണ നമുക്ക് പലർക്കും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പരിണിതമായിട്ടാണ് സംഘടന ഇടക്കാലങ്ങളിൽ അതിൻ്റെ പ്രവർത്തനം വളരെ കുറച്ചു പോയി. അത് മനസ്സിലാക്കിക്കൊണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സംഘടന വീണ്ടും തുടർന്ന് പ്രവർത്തിക്കുന്നു. ദീപയിൽ പന്തലിക്കും മാൽമരമായി നാം ഉയരും, ഇരുളിന്റെ കൂടാരം നമ്മൾ തകർക്കും. മണിഗോപുര ശിഖരങ്ങൾ, മന്ത്രനിലാമാളികകൾ എല്ലാം നാം നേടിയെടുക്കും. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, ഭേരി പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമം സ്നേഹം കൊള്ളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, ഭേരി പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമം സ്നേഹം കൊള്ളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. സംഗീതം സാന്ദ്രമായി ദീപയിൽ പന്തലിക്കും മാൽമരമായി നാം ഉയരും, ഇരുളിന്റെ കൂടാരം നമ്മൾ തകർക്കും. അഗ്നിനാളമലയടിക്കും വൻകടലായി നാം പടരും, പുതിയൊരു നീതിക്കായി നമ്മൾ പൊരുതും. മണിഗോപുര ശിഖരങ്ങൾ, മന്ത്രനിലാമാളികകൾ എല്ലാം നാം നേടിയെടുക്കും. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, ഭേരി പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമം സ്നേഹം കൊള്ളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, ഭേരി പടകങ്ങളെങ്ങും
പട്ടെ ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. സംഗീതം സാന്ദ്രമായി സായാഹ്നം സാക്ഷിയായി പിറന്ന മണ്ണിൽ നിന്നുയർന്നു പൊങ്ങ ദീപയിലിൽ പന്തലിക്കും മാൽമരമായി നാം ഉയരും. ഇരുളിന്റെ കൂടാരം നമ്മൾ തകർക്കും. അഗ്നിനാളമലയടിക്കും വൻകടലായി നാം പടരും. പുതിയൊരു നീതിക്കായി നമ്മൾ പൊരുതും. മണിഗോപുര ശിഖരങ്ങൾ മന്ത്രനിലാമാളികകൾ എല്ലാം നാം നേടിയെടുക്കും. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, ഭേരി പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, ഭേരി പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. സംഗീതം സാന്ദ്രമായി സായാഹ്നം സാക്ഷിയായി പിറന്ന മണ്ണിൽ നിന്നുയർന്നു പൊങ്ങ ഒരു തീ പോലെ വരുമാവേശം സിരയൊന്നാകെ എരിവീറോടെ ദിശ മാറാതെ വഴി തേടുന്നേ. മനസ്സിൽ മിന്നലാടുന്നേ, നെഞ്ചം താളമേകുന്നേ, ലക്ഷ്യം നേടുവാനെന്നേറെ ദൂരം പോകണ്ടേ. തുണയ്ക്കായി തോന്നരുന്നേ, ഒന്നായി മുന്നിലേറുന്നേ, കാറ്റിൻ വേഗമോടെ ദൂരെ പോകാം ചെന്നാരി. കുറച്ചായല്ലോ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പൊ SIR അല്ലേ നാട്ടിലെ വിശേഷം? എന്റെ മോന്റെ പേര് അവസാനം നട്ട SIR ലിസ്റ്റിലില്ല. ഹേയ്, പ്രോബ്ലം ഒന്നും ഇല്ലടോ. എന്റെ മോനും അതിലില്ല. കാരണം അവസാനം SIR നടന്ന 2002 നമ്മുടെ കുട്ടികൾക്ക് 18 വയസ്സായിട്ടില്ലായിരുന്നല്ലോ. പക്ഷേ നമ്മുടെ പേര് അതിലുള്ളത് കൊണ്ട് BLO വീട്ടിൽ വരുമ്പോൾ ആ വിവരങ്ങൾ കൊടുത്താൽ മതി. അപ്പൊ അച്ഛനമ്മമാരുടെ പേര് പഴയ SIR ലിസ്റ്റിലുണ്ടായാൽ ഡോക്യുമെന്റ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലേ? ഒന്നുമില്ല. ബന്ധുക്കളുടെയോ വിവരങ്ങളായാലും മതി. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ മാത്രം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും രേഖകൾ കൊടുക്കേണ്ടി വരും. അതും ഇപ്പോഴല്ല, വെരിഫിക്കേഷന്റെ സമയത്ത്. അപ്പൊ ഇത് സിമ്പിൾ ആണല്ലേ? ഞാൻ വിചാരിച്ച് പണിയായിരിക്കുമെന്ന്. ഇപ്പൊ പേടിക്കാനൊന്നുമില്ല. 2025 ഒക്ടോബർ 27 വരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ വോട്ടർമാർക്കും BLO വീട്ടിലെത്തി എന്യൂമറേഷൻ ഫോമുകൾ നൽകും. നന്നായി, ആ ടെൻഷൻ തീർന്നല്ലോ. മോനോട് പറയാം, അവനും സമാധാനമാവട്ടെ. കേരളത്തിൽ SIR പ്രക്രിയ ആരംഭിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. എന്താണ് SIR? ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രക്രിയയാണ് SIR. അതുകൊണ്ട് SIR നടപടിയുമായി എല്ലാവരും സഹകരിക്കണം. നവംബർ 4 മുതൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ നിങ്ങളുടെ വീടുകളിലെത്തും. അവർ നൽകുന്ന എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകണം. 2002 SIR രേഖകളിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ നൽകാം. 2002 SIR രേഖകളിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ അതിൽ പേരുള്ള നിങ്ങളുടെ ബന്ധുക്കളുടെയോ വിവരങ്ങൾ നൽകാം. നിങ്ങൾ വീട്ടിലില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കും നിങ്ങളുടെ വിവരങ്ങൾ പൂരിപ്പിച്ച് നൽകാൻ കഴിയും. ഓർക്കുക, SIR എന്നത് രാജ്യത്തെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിനും അതുവഴി ജനാധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള നടപടിയാണ്. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity.
വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ HT LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂം ഒക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.